ഞങ്ങൾ. ഈ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റുള്ളവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നു, അങ്ങനെ കേൾക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതാണ് നേരത്തെ ഒരു ചാനലിൻ്റെ പ്രവർത്തക എന്നോട് ഈ പാർട്ടി ഗ്രാമങ്ങളെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് പോവാം. അപ്പം തെറ്റായ ഒരു ചിത്രീകരണം നടക്കുകയാണ്. റെഡ് ഫോർട്ട് അത് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മേലെ എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടാവും. പക്ഷേ CPM-ന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ CPM-ൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ല ഏതാണ്? ഞങ്ങളെ ചില സാംസ്കാരിക പ്രവർത്തകന്മാരെല്ലാം CPM-നെ ആക്രമിക്കുന്നുണ്ടല്ലോ. ആ സാംസ്കാരിക പ്രവർത്തകന്മാരെ ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ഈ കേരളത്തിൽ ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 7000 ഗ്രന്ഥാലയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ 10% 700 ഗ്രന്ഥാലയങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ ഈയിടെ ചില ഗ്രന്ഥാലയങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തു. 1932 ആരംഭിച്ച വായനശാല ഗ്രന്ഥാലയം, 34 ആരംഭിച്ച വായനശാല ഗ്രന്ഥാലയം എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് കോൺഗ്രസിനകത്ത് കൃഷ്ണപിള്ളയും VMS-ഉം AKG-യുമെല്ലാം ഇടതുപക്ഷക്കാരായി മാറുന്ന കാലം മുതൽ കണ്ണൂർ ജില്ലയിൽ സാംസ്കാരിക രംഗത്തടക്കം ഇടതുപക്ഷം ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ ആ തരത്തിൽ നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറികളിലുള്ളത് കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, ഗാന്ധിയുടെ ഗ്രന്ഥങ്ങളുണ്ട്, ലോകപ്രശസ്തമായിട്ടുള്ള ക്ലാസിക്കുകളുണ്ട്. അങ്ങനെയെല്ലാം സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം കൂടി കണ്ണൂരിനുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അക്രമികളുടെയും കൊലയാളികളുടെയും നാടായിട്ട് കണ്ണൂരിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഷുക്കൂർ വധത്തിൽ ഗൂഢാലോചനയിൽ താങ്കൾക്ക് പങ്കുണ്ടെന്നാണല്ലോ ഇപ്പോഴത്തെ പുതിയ ആരോപണം. അതിൻ്റെ പേരിലാണ് താങ്കളെ വിളിപ്പിച്ചതെന്ന് കേൾക്കുന്നു. ചോദ്യം ചെയ്യൽ, അവിടെ പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് അവിടെ വെച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആക്ഷേപം. എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതിൽ? യാതൊരു വാസ്തവുമില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ സാധാരണ ഈ വിധിന്യായം വിചാരണ കഴിഞ്ഞിട്ടാണല്ലോ എഴുതുക. ഒരു ജഡ്ജി വിധിന്യായം എഴുതുക വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ്. ഇവിടെ പോലീസ് ചെയ്യുന്നത് വിധിന്യായം ആദ്യം എഴുതി വെക്കുക, എന്നിട്ട് വിചാരണ നടത്തലാണ്. ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഒരു തവണ ഹാജരായി. ഇനിയും ഹാജരാവാൻ വേണ്ടി എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. TV രാജേഷ് MLA-ക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. അന്വേഷണ നടപടിയായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കും. നിർണായക തെളിവ് ലഭിച്ചു എന്നാണല്ലോ രാഹുൽ നായർ പറഞ്ഞിരിക്കുന്നത്, ജില്ലാ പോലീസ്. അതാണ് ഒരു മാന്യതയില്ലാത്ത നടപടിയായിട്ട് ഞാൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞത്. കാരണം എൻ്റെ മൊഴിയെടുക്കൽ പൂർത്തിയാവുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് അന്വേഷണ വിവരം വെളിപ്പെടുത്താമോ? ഇതൊരു നീതിയുടെ പ്രശ്നമല്ല, നിയമത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ CPM-നെ കടന്നാക്രമിക്കാൻ വേണ്ടി പല വലതുപക്ഷ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഈ രീതിയാണ്. അതായത് നിയമപ്രകാരം പോലീസ് സംഘം ഒരു കുറ്റകൃത്യം സംബന്ധിച്ച് തെളിവെടുക്കുന്നു, മൊഴിയെടുക്കുന്നു. ആ മൊഴി കൃത്യമാണോ ശരിയാണോ എന്ന് പരിശോധിക്കാൻ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷം അത് തെളിവായിട്ട് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് പകരം ഇന്നയാളെ കസ്റ്റഡിയിലെടുത്തു, അവർ ഇന്ന രീതിയിലാണ് മൊഴി നൽകിയത് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ അതേസമയം ഒരു CPM ചില മൊഴികൾ ഇപ്പോൾ പ്രതികളായിട്ടുള്ള ആളുകൾ പിന്നീട് ജയിലിലെത്തിയപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും മൊഴി കൊടുത്തിട്ടില്ല, ഇന്നതാണ് മൊഴി കൊടുത്തത്. ആ മൊഴികൾ CPM-ന് അനുകൂലമായിട്ട് വരുമ്പോൾ മാധ്യമങ്ങളിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അന്വേഷണ സംഘത്തിലെ ചില കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ, UDF-ന്റെ ആളുകൾ ഓരോ ദിവസവും വിവിധ മാധ്യമങ്ങളിൽ CPM വിരുദ്ധ വാർത്തകൾക്ക് സഹായകരമായ നിലയിലുള്ള ചോർത്തിക്കൊടുക്കൽ നടക്കും. അല്ല, ഏതോ പ്രാദേശിക നേതാവ് ഗൂഢാലോചനയിൽ താങ്കൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത് പോലീസ്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മൊഴി എന്ന പേരിൽ വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു പാർട്ടി ലോക്കൽ സെക്രട്ടറി ഇദ്ദേഹം പറഞ്ഞിട്ടാണ് കൊല നടത്തിയത് എന്ന് പറയാൻ പോകുന്നില്ല, വസ്തുതയുമല്ല അത്. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾ തളിപ്പറമ്പ് സഹകരണ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം LDF-ന്റെ നേതാക്കന്മാർ വരുന്നുണ്ട്, CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ വരുന്നുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചെന്താണെന്നറിയോ? ലീഗുമായിട്ടാണ് സംഘർഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സാമുദായികമായിട്ടുള്ള ഒരു സംഘർഷമായി മാറാൻ ഇടയുണ്ട്. അത്തരം ചില ദുരനുഭവങ്ങൾ മുമ്പേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത്തരം തിരിച്ചടികൾ പാടില്ല എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ജില്ലയിൽ എന്താകുമായിരുന്നു സ്ഥിതി?
ഈ ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തന്നെ കായികമായിട്ട് ആക്രമിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഞങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ജില്ലയിലുടനീളം തിരിച്ചടി വരുമല്ലോ. അല്ല, ഈ മൊബൈൽ ഫോണിൽ പടം എടുത്തിട്ട് ഷുക്കൂറിനെ ഇങ്ങനെ വിചാരണ ചെയ്ത എന്തെങ്കിലും ഒരു MMS വഴി, അതെ, ഇൻഫർമേഷൻ എനിക്ക് MMS എന്താണെന്ന് അറിയുകയും ചെയ്യില്ല. എനിക്കൊരു MMS അയച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, അവിടെയുള്ള അക്രമ സംഭവങ്ങളിൽ പങ്കാളിത്തം വഹിച്ചയാളാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, അത് ഈ മരിച്ചയാളുടെ ഫോട്ടോ അതിനകം പത്രത്തിൽ വന്നിരുന്നു. ആ ഫോട്ടോ മരിച്ച ഷുക്കൂറുമായിട്ട് താരതമ്യമില്ല. കാരണം അത് വളരെ മുമ്പേ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പം അങ്ങനെയൊരു ശരിയായിട്ടുള്ള ധാരണ എനിക്കുണ്ടെങ്കിൽ ഞാനത് പറയുമായിരുന്നില്ലല്ലോ. ഈ SFIക്കാരോട് പിതൃനിർവിശേഷമായ വാത്സല്യത്തോടെയാണ് പോലീസ് പെരുമാറുന്നത്. അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. താങ്കളുടെ അനുഭവം എന്തായിരുന്നു ചോദ്യം ചെയ്യൽ? അല്ല, എൻ്റെ അനുഭവം ഞാനൊരു ജനപ്രതിനിധിയായിരുന്ന ഒരു പൊതുപ്രവർത്തകൻ, CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്നോട് വളരെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ആ നിലക്കുള്ള കൃത്യമായ നിലയിൽ ഞാൻ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട് എന്നും SP പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ള അനുഭവമല്ലല്ലോ മറ്റു പലർക്കും ഉണ്ടായിട്ടുള്ളത്. അതായത് ശരിക്കും മൂന്നാം മുറ പ്രയോഗിക്കുകയാണ്. ഈ ഷുക്കൂർ കേസിൻ്റെ അന്വേഷണത്തിനിടയിൽ തന്നെ കണ്ണൂരിലെ പോലീസ് കൈക്കൊണ്ടിട്ടുള്ള രീതി അങ്ങേയറ്റം മൃഗീയമായിട്ടുള്ള രീതിയാണ്. അതായത് ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അനിൽ നമ്പ്യാരും ഞാനും ഇരിക്കുന്ന ഈ കെട്ടിടം അടിയന്തരാവസ്ഥയിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള മർദ്ദനമുറ നടന്നിട്ടുള്ള ശാസ്തമംഗലത്തെ ക്യാമ്പാണ്. ഇതൊരു കക്കയം ക്യാമ്പാണ്. തിരുവിതാംകൂറിലെ കക്കയം ക്യാമ്പാണ് നമ്മുടെ ഈ ഇരിക്കുന്ന കെട്ടിടം. അതേപോലെ അടിയന്തരാവസ്ഥയിലെ മർദ്ദനമുറകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഷുക്കൂർ കേസിൽ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകൻ സുമേഷ്, അദ്ദേഹത്തെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഉരുട്ടി ആ ഫാനിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള മർദ്ദനം. ഇത് മാത്രമല്ല, മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്നതിലൊക്കെയുള്ള മൃഗീയ രീതിയും അവലംബിച്ചു എന്നതാണ് ഇപ്പോൾ കേസുണ്ടായിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി കൊടുത്തു. എന്താ ചെയ്തതെന്നറിയോ? ആ സുമേഷിൻ്റെ മലദ്വാരത്തിൽ കമ്പി കുത്തി കയറ്റുക, എന്നിട്ട് അത് എടുത്തിട്ട് വായിലേക്ക് തിരികെ കയറ്റുക. എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ പരിഷ്കൃത ലോകത്ത് എവിടെയും കേട്ടിട്ടില്ലാത്ത വിധം നിയമവിരുദ്ധമായിട്ടുള്ള നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന മൃഗീയത ഈ കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ തിരുവഞ്ചൂരിൻ്റെയും പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പരസ്യമായിട്ട് അതിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, വടകരയിൽ ചന്ദ്രശേഖരൻ കേസ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ഇങ്ങനെ മൃഗീയമായിട്ടുള്ള മർദ്ദനങ്ങൾ നടക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. കോടതിയുടെ മുമ്പാകെ തന്നെ ഇതിൻ്റെ തെളിവുകൾ വന്നിട്ടുള്ളതാണ്. ഈ സുമേഷിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ആന്തര അവയവങ്ങളിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്ന് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഷുക്കൂർ വധം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ താങ്കളും TV രാജേഷും അതുപോലെ MV ജയരാജനും പിന്നെ നമ്മുടെ പ്രകാശം മാസ്റ്ററും 4 പേരും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇപ്പം ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. രസകരമായിട്ടുള്ള കാര്യം, ഈ മൂന്നാം മുറയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മലദ്വാരത്തിൽ കമ്പി കയറ്റിയിട്ടുള്ള മൂന്നാം മുറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കണ്ണൂരിൽ CPM ഓഫീസിൽ ഞാൻ ഒരു പത്രസമ്മേളനം വിളിച്ചു. ആ പത്രസമ്മേളനത്തിൻ്റെ പേരിൽ എനിക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ്. ഒരു നിയമവിരുദ്ധമായ കൃത്യം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടി സംബന്ധിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ പോലും കേസെടുക്കുന്ന ഗവൺമെൻറ് കോടതിയിൽ ഇങ്ങനെ പറഞ്ഞതിൽ വല്ല അതിശയവുമുണ്ടോ? കോഴിക്കോട് ഈ പോലീസിന്റെ മർദ്ദനത്തിനെതിരായിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞ് പ്രസംഗിച്ചതിൻ്റെ പേരിൽ എളമരം കരീമിനെതിരായിട്ടും കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വസ്തുതകൾ പറയുന്നതിന് പോലും വിലക്കേർപ്പെടുത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. അവർ ജനാധിപത്യത്തെക്കുറിച്ച് വലിയ പുറപ്പുറത്ത് കയറി പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഈ പൊതുയോഗങ്ങളിൽ അണികളെ ആവേശഭരിതരാക്കാനാണ് ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഇത് അണികളെ മറ്റൊരു തരത്തിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലും വ്യാഖ്യാനിക്കാമല്ലോ. അങ്ങനെ യാതൊരു അക്രമവും നടക്കുന്നില്ലല്ലോ. ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഈ അക്രമത്തിനെതിരായിട്ട് അമർഷമുള്ള ജനങ്ങളുടെ പ്രതിഷേധം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ, നിയമവിരുദ്ധമായിട്ടുള്ള കൃത്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കാൻ ഈ പ്രസംഗം നടത്തിയിട്ട് ഒരു അക്രമവും അവിടെ നടന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായ രീതിയിൽ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുക,
ആ പ്രതിഷേധത്തിന് രൂപം നൽകുന്നതിൽ നേതാക്കന്മാർ പ്രസംഗിക്കുക. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു അക്രമവും ഉണ്ടാവുന്നില്ല എന്ന് തന്നെ CPIM ആണ് ശരിയായിട്ടുള്ള നിലപാടെടുക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ, പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ വരുമ്പോൾ മുളക് വെള്ളം വെച്ച് സ്വീകരിക്കുക എന്ന് MV ജയരാജൻ പറയുകയുണ്ടായി. അങ്ങനെ MV ജയരാജൻ പ്രസംഗിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഞാൻ സാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള നിയമവിരുദ്ധ കൃത്യങ്ങൾ നടത്തുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അതെ, ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഉണ്ടാവണം എന്ന് AKG മുമ്പ് പ്രസംഗിച്ച കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഞാനും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. AKG പണ്ട് പറഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എന്തെല്ലാം അതിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, അവക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടാവണം എന്ന കാര്യമാണ് ജയരാജൻ AKGയുടെ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ജയരാജൻ മുളക് വെള്ളവും കൊണ്ട് വരുന്ന പോലീസുകാരെ എതിരിടണം എന്ന ആഹ്വാനം പുറപ്പെടുവിച്ചിട്ടേ ഇല്ല. ഏറ്റവും ഒടുവിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിക്കുന്ന സംഘം താങ്കളെ വിളിപ്പിക്കുന്നോ, അങ്ങനെ എന്തോ നോട്ടീസ് കിട്ടിയോ? അതുപോലെ യാതൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. മാധ്യമ വാർത്തകൾ കണ്ടു. മാത്രമല്ല, ചന്ദ്രശേഖരൻ വധുവായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കഥകളാണ്, നുണകളാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ കൊടിസുനിയും CPMലെ ജില്ലാ നേതാവുമായി തമ്മിലുള്ള ബന്ധം, ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു അര മിനിറ്റ് പോലും ഈ കൊടിസുനിയായിട്ട് സംസാരിച്ച ഓർമ്മ എനിക്കില്ല. ഞാൻ പാട്യം സ്വദേശിയാണ്. എൻ്റെ നാട്ടുകാരനായിട്ടുള്ള TK എന്ന് വിളിക്കുന്ന രജീഷുമായിട്ട് ബന്ധം അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനം, അതായത് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോംബെയിൽ നിന്നും അദ്ദേഹം ഇവിടെ എത്തിയത് എന്ന നിലക്കുള്ള എന്തെല്ലാം കഥകളാണ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയെ എനിക്കറിയാം. പക്ഷേ ഈ ചെറുപ്പക്കാരനുമായിട്ട് വർഷങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണഗതിയിൽ ഒരു ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എൻ്റെ അടുക്ക വരണ്ടേ, അല്ലെങ്കിൽ ഫോൺ വഴി ബന്ധം വേണ്ടേ? ഒരു ബന്ധവുമില്ല. പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ പല കഥകളും പ്രചരിപ്പിക്കുകയാണ്. അതല്ലാതെ CPM നേതാക്കന്മാർക്ക് ആ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പാർട്ടി വ്യക്തമാക്കിയത് ഞാനും ഇവിടെ ആവർത്തിക്കുകയാണ്. ഈ ഗുണ്ട ആക്ട് പ്രകാരം കൊടിസുനി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹം പുറത്തിറങ്ങാൻ വേണ്ടി CPM പ്രവർത്തകനാണ് ഞാൻ, CPMൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കമ്മിറ്റി മുമ്പാകെ, കമ്മീഷൻ മുമ്പാകെ. CPM അറിയാതെ എങ്ങനെ ഒരു പ്രവർത്തകൻ അപേക്ഷ കൊടുക്കാൻ പറ്റുമോ, പ്രത്യേകിച്ച് കണ്ണൂരിൽ? അതെ, അതായത് അദ്ദേഹം എന്തെഴുതി കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ജില്ലയിൽ ഒരു 45,000-ഓളം പാർട്ടി മെമ്പർമാരുണ്ട്. അവരാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ. അതിലൊന്നും പെടാത്തയാളാണ് ഈ കൊടിസുനി. ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊടിസുനിയെ സംബന്ധിച്ചും രജീഷിനെ സംബന്ധിച്ചിടത്തും അവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധമില്ല എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തെഴുതി കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിൽ പോലും വരാത്ത ഒരാൾ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് ആരോടും പറയുന്നു. അതിന് ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തം? ഞങ്ങളങ്ങനെ ആരോടും ഇദ്ദേഹം പാർട്ടി പ്രവർത്തകനാണെന്ന് പറയാൻ പോകുന്നില്ല. അല്ല, ഈ TK രജീഷിൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലും താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത് യഥാർത്ഥ പ്രതികളല്ല, അതിലൊരു പ്രദീപൻ മാത്രമാണ് ഈ കൃത്യ നിർവഹണത്തിലുണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ എല്ലാം പേര് സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വിക്രമൻ ഉൾപ്പെടെ. വിക്രമൻ താങ്കളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നും പത്രങ്ങളിൽ കണ്ടു. KT ജയകൃഷ്ണൻ മാഷ് അന്ന് വധക്കേസിൽ അറസ്റ്റിലായവർ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർ യഥാർത്ഥ പ്രതികളല്ല എന്ന് അന്ന് തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു. ശരിയല്ലേ അത്? അത് ഞാൻ പറയാം. അതായത് ഈ രജീഷ് പോലീസിനോട് എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ പറയുന്നതാണ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം വസ്തുതയല്ല എന്നതാണല്ലോ പല കാര്യത്തിലുമുള്ള മൊഴിയുടെ സ്ഥിതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് CH അശോകൻ ഇന്ന രൂപത്തിൽ മൊഴി നൽകി. CH അശോകൻ പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തോട് ഈ വാർത്ത സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ മൊഴിയേ കൊടുത്തിട്ടില്ല. അതേപോലെ രജീഷ് എന്ത് മൊഴി കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ നിരപരാധികളാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നാണോ ഈ സൂര്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ ജയകൃഷ്ണൻ കൊലക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ പറഞ്ഞിരുന്നത്? കേരളത്തിലെ അച്ചടിപ്പത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും ജയകൃഷ്ണൻ വധക്കേസ് ശിക്ഷിച്ചപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? അവരെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്.
5 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു മുകേരി കേസിൽ. തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തരും ചെയ്തിട്ടുള്ള കൃത്യമായിട്ട് ആ കുട്ടികൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കേണ്ടി വരും. ഇപ്പൊ പറയുന്നു അവരല്ല ചെയ്തിട്ടുള്ളത്. എനിക്കത് സംബന്ധിച്ചറിയില്ല. കാരണം അന്ന് ഈ 5 പേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ നിരപരാധികളാണ് എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ ഈ പ്രചരണം നടത്തുന്നവരൊക്കെ പോലീസ് കൊടുത്ത റിപ്പോർട്ടാണല്ലോ. പോലീസ് ജയകൃഷ്ണൻ കേസ് സംബന്ധിച്ച് അന്വേഷിച്ച് നൽകിയിട്ടുള്ള കുറ്റാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. അന്ന് ഇതെല്ലാം ശരിയാണ്, ഇവർ മനുഷ്യത്വമില്ലാത്തവരാണ്, കുട്ടികളുടെ മുമ്പിൽ വെച്ചൊരു അധ്യാപകനെ കൊലപ്പെടുത്തിയവരാണ് എന്നെല്ലാം കുറ്റപ്പെടുത്തിയവർ ഇപ്പോൾ ഇങ്ങനെ രജീഷിന്റെ മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അത് സംബന്ധിച്ചൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം രജീഷ് അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടോ എനിക്കത് സംബന്ധിച്ചറിയില്ല.